പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ടാറ്റ ടിയോഗക്കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സമ്മാന കൂപ്പന്റെ വിതരണോദ്ഘാടനം ചേലക്കര ഡെയിലി ടേബിൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഡോക്ടർ വി.ആർ. ഉണ്ണികൃഷ്ണൻ ഡെയിലി ടേബിൾ ഓണർ ഹാർട്ട്ലി സ്റ്റെനോവിന് നൽകി നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവ് 2026 സമ്മാന പദ്ധതിയുടെ കൂപ്പൺ വിതരണോദ്ഘാടനം നടന്നു. ചേലക്കര ഡെയിലി ടേബിൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡെയിലി ടേബിൾ ഉടമ ഹാർട്ട്ലി സ്റ്റെനോയ്ക്ക് ആദ്യ കൂപ്പൺ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു മാസം നമ്മൾ ആഘോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേലക്കരയുടെ ആഭിമുഖ്യത്തിൽ ഒരു വ്യാപാരോത്സവം സംഘടിപ്പിക്കുകയാണ്. ഇതുമൂലം വ്യാപാരികൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. ഒപ്പം ഇതിൻ്റെ ഉപഭോക്താക്കൾക്കും ഇത്തരത്തിലുള്ള സമ്മാനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയിലൂടെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അബുക്ക സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപാരികൾ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരം, അതുപോലെ തന്നെ വഴിപാണിപം പോലുള്ള ഫുട്പാത്ത് കച്ചവടം പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരു വ്യാപാര കേന്ദ്രത്തിൽ വന്ന് ഉപഭോക്താവ് നേരിട്ട് വാങ്ങുകയും അതിനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികൾ എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇന്ന് മറ്റെല്ലാ വിപത്തിനേക്കാൾ വലിയൊരു വിപത്താണ് നമ്മൾ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത്. ചേലക്കര വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എം അബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ചേലക്കര പഞ്ചായത്തിൽ മാത്രമായിട്ട് നടത്തുന്നത്, മറ്റുള്ളവരൊക്കെ നടത്തുന്നത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ ആവാം. ഇതിന്റെ പ്രൈസ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ അകത്ത് ഉള്ളവർക്കാണ് ലഭിക്കുക. അത് മാത്രമല്ല, ഇത് നമ്മുടെ യൂണിറ്റ് അംഗങ്ങളിലും കൂടിയാണ് ഇതിന്റെ കൂപ്പണുകൾ ലഭിക്കുകയുള്ളൂ. അതും സൗജന്യമായിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉപഭോക്താവ് ഒരു കടയിൽ സാധനം വാങ്ങുമ്പോൾ അവരൊരു 600-700 വാങ്ങുമ്പോൾ അവരൊരു സൗജന്യ കൂപ്പൺ ലഭിക്കണമെങ്കിൽ 1000 രൂപയാണ് അവർ നിശ്ചയിച്ച സംഖ്യ എങ്കിൽ ആ കട ഉടമസ്ഥൻ പറയുകയാണ് 1000 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു സൗജന്യ കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും ആ വാങ്ങുന്ന ഉപഭോക്താവ് ആ സൗജന്യ കൂപ്പൺ 1000 രൂപയ്ക്കെങ്കിലും സാധനം വാങ്ങാൻ ഇഷ്ടപ്പെടും. കാരണം ആ സൗജന്യ കൂപ്പൺ കൂടി 1000, 10,000, ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് അയാൾക്ക് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് ഒരു സൗജന്യ കൂപ്പൺ വാങ്ങാൻ തയ്യാറാവും. അത് ആ കച്ചവടത്തെ, വ്യാപാരിയുടെ കച്ചവടത്തെ അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിന്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് ഈ പ്രസ്തുത വ്യാപാരോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്. വ്യാപാരോത്സവത്തിലൂടെ സമാഹരിക്കുന്ന തുക പ്രദേശത്തെ സാന്ത്വന പരിചരണങ്ങൾക്കും രോഗികൾക്കായുള്ള കൈത്താങ്ങിനുമായി ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കായി വ്യാപാരികൾ സംഘടിപ്പിക്കുന്ന ഈ മേള വൻ വിജയമാക്കാൻ എല്ലാ ഉപഭോക്താക്കളുടെയും പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി CS ഗീവർ, കൺവീനർ സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും നിരവധി ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ കൊല്ലം നമ്മൾ പലരും പല പ്രശ്നങ്ങളോടെ കടന്നുപോയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഓണമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എല്ലാ കൊല്ലവും നമ്മൾ ഓണം ആഘോഷിച്ചതുപോലെ ഈ കൊല്ലവും നമ്മൾ ഓണം ഗംഭീരമായി ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി ചേർന്നുകൊണ്ട് ഏകോപന സമിതി 3ാമത് സംഘടിപ്പിക്കുന്ന ഒരു വ്യാപാരോത്സവമാണ്. കാരണം ഓരോ ബിസിനസ്സുകാർക്കും ബിസിനസ് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ സമ്മാനം എല്ലാവർക്കും ചിലപ്പോൾ വ്യക്തിപരമായിട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും വ്യാപാരികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമ്മാനം കൊടുക്കുമ്പോൾ എല്ലാ കടകളിലും വരുന്ന എല്ലാവരും ചോദിച്ച് വ്യാപാര കുടുംബം ചോദിച്ചു വാങ്ങണം. ന്യൂസ് ഡെസ്ക് CCV.